കേരളത്തിലെ സംസ്ഥാന സമ്മേളന പോസ്റ്ററിൽ രാമലക്ഷ്മണന്മാരുടെ ചിത്രങ്ങൾ. CPIMന്റെ യുവജന സംഘടനയായ DYFIയുടെ കർണാടക സംസ്ഥാന ഘടകം പുറത്തിറക്കിയ പോസ്റ്ററാണ് കേരളത്തിലെ സമൂഹമാധ്യമ പേജുകളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. എന്താണ് ഈ പോസ്റ്റർ പറയുന്നത്? വാസ്തവം അന്വേഷിക്കാം. പോസ്റ്റർ വിശദമായി പരിശോധിക്കാം. ഗാന്ധിജി, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനാരായണ ഗുരു തുടങ്ങിയ നേതാക്കളും സാമൂഹിക പരിഷ്കർത്താക്കളും ഉൾപ്പെട്ട പോസ്റ്ററിൽ രാമനും ലക്ഷ്മണനും ഇടം പിടിച്ചിരിക്കുന്നതായാണ് അവകാശവാദം. പോസ്റ്ററിൽ താഴെയായി കാണുന്ന അമ്പും വില്ലും ധരിച്ച 2 പേരാണ് രാമലക്ഷ്മണന്മാരായി പോസ്റ്ററുകളിൽ പറയുന്നത്. തുടർന്ന് DYFI കർണാടകയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചപ്പോൾ ശരിയാണ്. സമാനമായ പോസ്റ്റർ ജനുവരി 29-ന് DYFI കർണാടകയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തതായി കാണാം. രാമലക്ഷ്മണന്മാരുടേതെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന വൈറൽ ചിത്രങ്ങൾ ഈ പോസ്റ്ററിലും കാണാം. പോസ്റ്ററിലെ വൈറൽ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഗൂഗിളിൽ റിവേഴ്സ് ഇമേജ് സെർച്ചിൽ പരിശോധിച്ചപ്പോൾ ഇതേ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ കന്നഡയിലുള്ള ചില യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് ലഭിക്കും. കോട്ടി ചെന്നയ്യ പർദ്ധന സംഭുത എന്നാണ് വീഡിയോയുടെ തലക്കെട്ടിൽ പറയുന്നത്. തുളുനാട്ടിലെ സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു കോട്ടിയും ചെന്നയ്യയും. കർണാടകയിൽ AD 1500-നും 1600-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഈ ഇരട്ട സഹോദരന്മാരെന്നാണ് ലഭിക്കുന്ന വിവരം. ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നതിനിടെ യൻമൂറിന് സമീപത്താണ് ഇവർ കൊല്ലപ്പെട്ടത്. ഇവരുടെ സ്മാരകങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്.